Dear friends, today we are going to discuss kinds of companies. Under Companies Act 2013, companies are classified on the basis of incorporation, liability, control, transferability of shares, etc. Under incorporation, there are three types of companies: Royal Chartered Company, Statutory Company, Registered Company. Then, what is Royal Chartered Company? Royal Chartered Companies are companies created by the Royal Charter. Royal Charter പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്നതാണ് Royal Chartered Company. This means they are granted power or right by the monarch or by special order of a king or queen. ഒരു രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ ഒരു പ്രത്യേക ഓർഡർ പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് റോയൽ ചാർട്ടേഡ് കമ്പനി. ഏതാണ് റോയൽ ചാർട്ടർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഇത് വിളംബരം പുറപ്പെടുവിപ്പിക്കുക എന്നൊക്കെ പറയല്ലോ, രാജാവ് വിളംബരം ചെയ്തു എന്നൊക്കെ പറയല്ലോ, അതിനുപയോഗിക്കുന്ന ടേമാണ് റോയൽ ചാർട്ടേഡ്. അപ്പം അങ്ങനെ ഒരു രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ ഒക്കെ വിളംബരപ്രകാരം അവരുടെ ഓർഡർ പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിക്കാണ് റോയൽ ചാർട്ടർ കമ്പനി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പിന്നെ ഇംഗ്ലണ്ടിലെ BBC ബാങ്ക്. നെക്സ്റ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. Statutory companies are companies incorporated by means of special act passed by central or state legislature. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം പാർലമെൻറ്റിലോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൊക്കെ പാസ്സാക്കിയിട്ടുള്ള സ്പെഷ്യൽ ആക്ട് പ്രകാരം വന്നിട്ടുള്ള കമ്പനികളെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. They are mostly invested with compulsory powers are responsible to carry out some special business of national importance. നാഷണൽ ഇമ്പോർട്ടൻസിന് പ്രാധാന്യം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് വരുന്ന കമ്പനീസിലാണ്, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള കമ്പനികളാണ് ഇങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് പോലെ ഉണ്ടാക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മറ്റൊരു എക്സാമ്പിളാണ്. ഇതൊക്കെ വന്നിട്ടുള്ള പാർലമെൻറ്റിൽ പാസ്സാക്കിയ ആക്ടിൻ്റെ ഭാഗമാണ്. RBI ആക്ട് 1934, LIC ആക്ട് 1956, എക്സെട്ര. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷനാണ്, രജിസ്ട്രേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷനാണ്. അതിൽ മൂന്നാമത്തേതാണ് രജിസ്റ്റേർഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് കമ്പനീസ്. ഓൾ ദി അതർ കമ്പനീസ് വിച്ച് ആർ ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് പാസ്ഡ് ബൈ ദി ഗവൺമെൻറ് കംസ് അണ്ടർ ദിസ് ഹെഡ്. അതായത് ഇതുവരെ പറഞ്ഞ റോയൽ ചാർട്ടേർഡും അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി അല്ലാത്ത മറ്റ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്കാണ് രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുന്നത്. Thus companies comes under existence only after they register themselves under the act and the certificate of incorporation is passed by the registrar of company. ഈ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ കയ്യിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ഇത് കമ്പനിയായിട്ട് പരിഗണിക്കുള്ളൂ. ഗൂഗിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് എ എക്സാമ്പിൾ ഓഫ് ഇൻകോർപ്പറേറ്റഡ് കമ്പനീസ്. കൈൻഡ്സ് ഓഫ് കമ്പനീസിൽ ഇൻകോർപ്പറേഷൻ്റെ രജിസ്ട്രേഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കണ്ടത്. ഇനി ലയബിലിറ്റീൻ്റെ ബേസിൽ മൂന്നെണ്ണം ഉണ്ട്. ലയബിലിറ്റി ലിമിറ്റഡ് ടു ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി, അൺലിമിറ്റഡ് കമ്പനീസ്. ആദ്യം ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി എന്താണെന്നുള്ളത് നോക്കാം. ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി. ഇൻ ദിസ് കമ്പനീസ്, in case of liquidation, the shareholders promise to pay a certain fixed amount to cover the liability of the company. അത് ഇത്തരം കമ്പനീൻ്റെ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ഇവർ ഗ്യാരൻറ്റി കൊടുക്കും. ഷെയർ ഹോൾഡർ ഷെയർ വാങ്ങുന്ന സമയത്ത് തന്നെ ഗ്യാരൻറ്റി ആയിട്ട് പറയും. ഇപ്പോൾ ഒരു 1 lakh
1 lakh വരെ 1 lakh വരെയുള്ള ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ ഞാൻ റെഡി ആണെന്നുള്ളത് ഷെയർ ഹോൾഡർ ആദ്യം ഗ്യാരണ്ടി ചെയ്യും. അപ്പോൾ അവിടെ ലാബിലിറ്റി ഓഫ് ദി ഷെയർ ഹോൾഡർ ഈസ് ലിമിറ്റഡ് ടു ഗ്യാരണ്ടീഡ് എമൗണ്ട്. ഗ്യാരണ്ടി കൊടുത്ത എമൗണ്ട് വരെ ആയിരിക്കും അവർക്ക് ലാബിലിറ്റി. സാധാരണഗതിയിൽ ആ ഗ്യാരണ്ടീഡ് എമൗണ്ട് ആളെ ഷെയർ ക്യാപിറ്റലിലും കൂടുതലായിരിക്കും. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. The liability of the shareholders is limited to the extent of the face value of shares held by them. Most private limited companies are of this type. അതായത് ഇവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാബിലിറ്റി എത്രയാണോ അവരെ ഷെയർ ക്യാപിറ്റൽ, അവർ ക്യാപിറ്റലിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അത്രയായിരിക്കും അവരുടെ ലാബിലിറ്റി. അതായത് ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, കമ്പനി പൂട്ടുകയാണെങ്കിൽ ബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അവരെ ക്യാപിറ്റലിലും കൂടുതൽ ലാബിലിറ്റി ഉണ്ടാവാം. ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഓരോരുത്തരുടെ ക്യാപിറ്റലിലും കൂടുതൽ ലാബിലിറ്റി ഉണ്ടാവും. പക്ഷേ ഇവരെ ലാബിലിറ്റി ലിമിറ്റഡ് ടു ഷെയർ ആണ്. ഇവർക്ക് എത്രയാണോ ഇവരെ ക്യാപിറ്റൽ എത്രയാണോ അത്ര ഷെയർ, അത്ര ലാബിലിറ്റിയെ അവർ മീറ്റ് ചെയ്യേണ്ടതുള്ളൂ. അടുത്തതാണ് അൺലിമിറ്റഡ് കമ്പനീസ്. There is no limit on the liability of the shareholders. In case of liquidation, they might have to pay even from their personal assets to cover the liability of company. This type of company is quite uncommon today due to obvious reasons. അതായത് ഇന്ന് ഇത് അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ്. അവരെ ലാബിലിറ്റിക്ക് ലിമിറ്റില്ല. എത്ര ലാബിലിറ്റി ഉണ്ടെങ്കിലും എത്ര ബാധ്യത ഉണ്ടെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് കൊടുത്ത് വീട്ടാൻ ബാധ്യസ്ഥരാണ്. അത് അവരെ പേഴ്സണൽ പ്രോപ്പർട്ടി, പേഴ്സണൽ അസറ്റ് വിറ്റിട്ടാണെങ്കിലും കടം വീട്ടേണ്ടി വരും. ഇതുവരെ പറഞ്ഞതിൽ അതില്ലായിരുന്നു. ലിമിറ്റഡ് ബൈ ഷെയർ ആണെങ്കിൽ ഷെയർ എത്രയാണോ അത് കൊടുത്താൽ മതി. ഗ്യാരണ്ടി ആണെങ്കിൽ ഗ്യാരണ്ടീഡ് എമൗണ്ട് കൊടുത്താൽ മതി. ഇത് മൂന്നാമത്തേൽ പക്ഷേ എത്ര ലാബിലിറ്റി ഉണ്ടെങ്കിലും അത് ഡിവൈഡ് ചെയ്തിട്ട് ഇയാളെ പേഴ്സൻറ്റേജ് എത്രയാണോ അത് ഇയാൾ പേഴ്സണൽ അസറ്റ് വിട്ടിട്ടാണെങ്കിലും കൊടുത്തിരിക്കണം, ഷെയർ ഹോൾഡർ കൊടുത്തിരിക്കണം. സാധാരണഗതിയിൽ അൺലിമിറ്റഡ് കമ്പനീസ് ഇപ്പോൾ ഇല്ല, അതാണ് പറഞ്ഞത്. അൺകോമൺ എന്ന് പറഞ്ഞത് ഇപ്പോൾ കോമൺ അല്ല. സാധാരണ അൺലിമിറ്റഡ് കമ്പനീസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. കൈൻഡ്സ് ഓഫ് ഷെയർസിൽ ഇൻകോർപ്പറേഷൻ്റെ ബേസിലുള്ളതും ലയബിലിറ്റീൻ്റെ ബേസിലുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി കൺട്രോൾ ബേസിൻ്റെ കൺട്രോളിങ്ങിൻ്റെ ബേസിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും. ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി. വൺ കമ്പനി കൺട്രോൾ ദ മാനേജ്മെൻറ്റ് ഓഫ് അനദർ കമ്പനി. ദ ഫോർമർ ഈസ് കോൾഡ് ഹോൾഡിംഗ് കമ്പനി. ഒരു കമ്പനി മറ്റൊരു കമ്പനിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ കമ്പനിയാണ്, അതായത് മറ്റൊരു കമ്പനിനെ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയെയാണ് നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഇപ്പോൾ എ എന്നുള്ള കമ്പനിയും ബി എന്നുള്ള കമ്പനി, എൻ്റെ കീഴിലാണ് ബി പ്രവർത്തിക്കുന്നത്, എൻ്റെ കൺട്രോളിലാണെങ്കിൽ എ എന്നുള്ള കമ്പനിക്ക് പറയുന്ന പേരാണ് ഹോൾഡിംഗ് കമ്പനി. ആൻഡ് ദ ലേറ്റർ ഓവർ വിച്ച് ദ കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ഈസ് ടേംഡ് ആസ് സബ്സിഡിയറി കമ്പനി. ഇതിൽ രണ്ടാമത് പറഞ്ഞ കമ്പനിയാണ് സബ്സിഡിയറി കമ്പനി, അതായത് കമ്പനി കൺട്രോൾഡ് ബൈ ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിൻ്റെ കൺട്രോളിലുള്ള കമ്പനിയാണ് നമ്മൾ സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എയും ബിയും ആണെങ്കിൽ ബി എൻ്റെ കൺട്രോളിലാണെങ്കിൽ എ ഹോൾഡിംഗ് കമ്പനിയും ബി സബ്സിഡിയറി കമ്പനിയാണ്. കൈൻഡ്സ് ഓഫ് കമ്പനിയിൽ ഇനി ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും. അപ്പോൾ എന്താണ് പ്രൈവറ്റ് കമ്പനി എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് have more than 2 and less than 200 members and their liability is limited or unlimited depending on the type of the company it is. അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ മിനിമം 2 ഷെയർ ഹോൾഡേഴ്സ് വേണം, മാക്സിമം 200 മെമ്പേഴ്സ് വരെ ആവാം. ഇതിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡും ആവാം അൺലിമിറ്റഡും ആവാം. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചല്ലോ ടൈപ്പ് ഏതാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തീരുമാനിക്കും.
അതായത് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണോ, ലിമിറ്റഡ് ബൈ ഷെയർ ആണോ, അൺലിമിറ്റഡ് ആണോ എന്നുള്ള അതിൻ്റെ ബേസിലാണ്. Unlike public limited company, here the transfer of shares is limited. It is members and the general public cannot subscribe its shares. അത് ഇതിൻ്റെ ഷെയർ ഇതിൻ്റെ മെമ്പേഴ്സിന് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. പബ്ലിക്കിന് ഒരിക്കലും പ്രൈവറ്റ് കമ്പനീൻ്റെ ഷെയർ വാങ്ങാൻ സാധിക്കില്ല. പബ്ലിക് ലിമിറ്റഡ് കമ്പനി. The legal existence of a public limited company is separated from its members and liability of its members is also limited. Its existence is thus not affected by the retirement or death of its shareholders. Minimum of 7 members is needed to form a public limited company, but there is no maximum limit on this. The company collects its capital by the sale of shares of the public. അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീൻ്റെ പ്രത്യേകത ഫുള്ളി സെപ്പറേറ്റ് ഫ്രം മെമ്പേഴ്സാണ്, ഷെയർ ഹോൾഡേഴ്സാണ്. അത് ഒരു കൺട്രോളും നേരിട്ട് ബിസിനസ് കാര്യങ്ങളിൽ ഷെയർ ഹോൾഡേഴ്സിന് പങ്കെടുക്കാൻ പറ്റില്ല. അവർ തീരുമാനത്തിലൊന്നും ഡിസിഷൻ മേക്കിങ്ങിലൊന്നും അങ്ങനെ പങ്കെടുക്കാൻ പറ്റില്ല. ഡേ ടു ഡേ ഓപ്പറേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഡയറക്ടേഴ്സാണ്. ഈ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് സെലക്ട് ചെയ്യുന്നവർ തന്നെയാണ്. അതുപോലെ ഇവരെ ഷെയർ മിനിമം 7 മെമ്പേഴ്സ് വേണം. മാക്സിമം അങ്ങനെ ലിമിറ്റൊന്നുമില്ല. പ്രൈവറ്റ് കമ്പനിക്ക് നമ്മൾ 200 മാക്സിമം ലിമിറ്റ് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ എത്ര ഷെയർ ഹോൾഡേഴ്സ് വേണമെങ്കിലും ആവാം. പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഷെയർസ് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത് ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. 1 person കമ്പനി അടുത്തൊരു ടൈപ്പ് ഓഫ് കമ്പനിയാണ്. 1 person company as a company type was introduced in the Companies Act 2013 in India. It is similar to sole proprietorship, but the owner shall have limited liability, and thus this personal asset would not be at a risk if losses need to be recovered of if the company is liquidated. അതായത് 1 person company എന്ന് പറയുന്ന ആശയം 2013 ആക്ട് പ്രകാരം, കമ്പനീസ് ആക്ട് പ്രകാരം വന്നിട്ടുള്ളതാണ്. ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ കമ്പനി തുടങ്ങാം. അതുവരെ മിനിമം 2 persons ഉണ്ടെങ്കിലേ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലും തുടങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ 2013 ഒരു ആക്ടിലുള്ള ഒരു പ്രത്യേകതയാണ് 1 person കമ്പനി. അത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ തന്നെയാണ്. ഇതിലാകെയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ലിക്വിഡേഷനൊക്കെ വന്നാൽ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി എടുത്ത് ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് ആണ് ഡൊമസ്റ്റിക് കമ്പനി. എ കമ്പനി വിച്ച് ഈസ് ബേസ്ഡ് ഇൻ ഇന്ത്യ, രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013. ദ ഹെഡ് ഓഫീസ് ആൻഡ് ഇറ്റ്സ് ബിസിനസ് ഓപ്പറേഷൻസ് ആർ കണ്ടക്റ്റഡ് വിത്തിൻ ദി കൺട്രി. ഇറ്റ് ക്യാൻ എയ്തർ ബി എ പ്രൈവറ്റ് ഓർ പബ്ലിക്. അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിക്കാണ് ഡൊമസ്റ്റിക് കമ്പനി. അതിൻ്റെ ഓപ്പറേഷനും അതിൻ്റെ ഹെഡ് ഓഫീസും ഇന്ത്യയിലായിരിക്കും. അതുപോലെ ഇറ്റ് ക്യാൻ എയ്തർ ബി എ പ്രൈവറ്റ് ഓർ പബ്ലിക്. ഒരു പബ്ലിക് കമ്പനി ആവാം, പ്രൈവറ്റ് കമ്പനി ആവാം. ഇന്ത്യയിലുള്ള കമ്പനീസിനാണ് ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്നത്. അടുത്തത് ഫോറിൻ കമ്പനിയാണ്. ഫോറിൻ കമ്പനി എന്ന് പറയുമ്പോൾ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഫോറിൻ കൺട്രിയിലായിരിക്കും. A foreign company is a company incorporated outside India which established its business operation within India under the Companies Act 2013. ഫോറിൻ കൺട്രിയിലായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കമ്പനീസിൻ്റെ ബിസിനസ് ഓപ്പറേഷൻ ഇവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്തരം കമ്പനികളെയാണ് ഫോറിൻ കമ്പനി. രജിസ്റ്റർ ചെയ്ത് ഔട്ട്സൈഡാണ്, അവർക്ക് ബിസിനസ് ഓപ്പറേഷൻ ഇന്ത്യയിലും ഉണ്ട്. നെക്സ്റ്റ് ആണ് കമ്പനീസ് not for profit. Thus companies obtain a license from the central government before they are registered. They are limited liability but are not required to use a word limited or private with their name. അതായത് പ്രോഫിറ്റിനല്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനീസാണ്. ഇവർക്ക് രജിസ്ട്രേഷന് മുമ്പ് തന്നെ ലൈസൻസ് കിട്ടും. They are limited liability ലിമിറ്റഡ് ആണ്. ആർ നോട്ട് റിക്വയർഡ് ടു യൂസ് എ വേർഡ് ലിമിറ്റഡ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് ദർ നെയിം. നമുക്കറിയാം, പബ്ലിക് കമ്പനി ആണെങ്കിൽ അവരുടെ പേരിൻ്റെ കൂടെ ലിമിറ്റഡ് എന്നുണ്ടാവും. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുണ്ടാവും. പക്ഷേ നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനീസ് ആണെങ്കിൽ അതിൻ്റെ പേരിൻ്റെ കൂടെ
ഇത് രണ്ടും ഉപയോഗിക്കേണ്ടതില്ല. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.